കഥയാരംഭിക്കുന്നത് രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ ജീവിക്കുന്ന രണ്ട് വ്യക്തികളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് അതിസമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച ഐസി എന്ന പെൺകുട്ടിയെയാണ്. കുട്ടിക്കാലം മുതൽക്കേ ആഡംബരങ്ങൾക്കും സൗകര്യങ്ങൾക്കും നടുവിലായിരുന്നു അവൾ വളർന്നത്. ഐസിക്ക് തിളക്കമാർന്നൊരു ഭാവി ഉണ്ടാകണം എന്നവളുടെ മാതാപിതാക്കൾ ആഗ്രഹിച്ചു. പക്ഷേ അതിന് ഐസിക്ക് നൽകേണ്ടി വന്ന വിലയും വളരെയധികം വലുതായിരുന്നു. അവളുടെ അമ്മ അവളെ അമിതമായി സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു. ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചർ. ഐസിയുടെ ജീവിതത്തിലെ ഓരോ തീരുമാനവും മാതാപിതാക്കളായിരുന്നു എടുത്തിരുന്നത്. മനോഹരമായ ഒരു ആഡംബര വീട്ടിലായിരുന്നിട്ടും അവൾക്കൊരിക്കലും സന്തോഷം ലഭിച്ചിരുന്നില്ല. അവൾക്ക് യഥാർത്ഥ കൂട്ടുകാർ പോലും ഉണ്ടായിരുന്നില്ല. മാതാപിതാക്കളാണെങ്കിലോ എപ്പോഴും ഓരോരോ തിരക്കിലാണ്. അവളോടൊപ്പം അവരും അധികം സമയം ചെലവഴിക്കുന്നുമില്ല. പക്ഷേ അവളുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കപ്പെടുന്നു. അവളുടെ ഈ ഒരു ഏകാന്തത അവളെ മറ്റു കൂട്ടുതേടാൻ പ്രേരിപ്പിച്ചു. അതൊടുവിൽ എത്തിച്ചേർന്നതാകട്ടെ വീട്ടിലെ തന്നെ ഷെഫുകളുടെ അടുത്താണ്. വളരെ പെട്ടെന്ന് തന്നെ അവരുമായി അവൾ വളരെ വലിയ സൗഹൃദത്തിലായി. അവർക്കൊപ്പം ഒരുപാട് സമയം ചെലവഴിച്ചു. ഈയൊരു കാലയളവ് അവളിൽ പാചകത്തോടുള്ള ഇഷ്ടം വളർത്തുകയായിരുന്നു. പതിയെ പതിയെ അതവളുടെ പാഷനായി മാറാനും തുടങ്ങി. പക്ഷേ നാളുകൾ കടന്നുപോകും തോറും ഐസിയുടെ പഠനത്തിലെ മികവ് വളരെ പിന്നിലേക്ക് പോന്നുകൊണ്ടിരുന്നു. അവളുടെ ഈ മോശം ഗ്രേഡുകൾക്ക് കാരണം അവിടുത്തെ ഷെഫാണ്, അവരുമായുള്ള സൗഹൃദമാണ് എന്ന മട്ടിലായിരുന്നു ഐസിയുടെ അമ്മ നോക്കിക്കണ്ടത്. എല്ലാ കുറ്റവും പാചകക്കാരുടെ തലയിൽ പഴിചാരി അവരെയൊക്കെയും ഐസിയുടെ അമ്മ ജോലിയിൽ നിന്നങ്ങ് പിരിച്ചുവിട്ടു. ഐസിക്കാകട്ടെ തന്റെ ആകെയുള്ള സുഹൃത്തുക്കളെയും നഷ്ടപ്പെടുകയായിരുന്നു. അവൾക്കാകെ ദേഷ്യവും സങ്കടവും വന്നു. കഥ അവിടെ നിന്നും ഓസിയിലേക്ക് തിരിയുകയാണ്. ഐസിയുടെ ജീവിത ചുറ്റുപാടിൽ നിന്ന് നേരെ വിപരീതമായൊരു സാഹചര്യത്തിലായിരുന്നു ഓസി വളർന്നു വന്നത്. അമ്മ ക്ലോഡിയയ്ക്കും മുത്തച്ഛനും ഒപ്പമായിരുന്നു അവന്റെ താമസം. പക്ഷെ അവന്റെ മുത്തച്ഛൻ ഒരു മോഷണ കുറ്റത്തിന് ജയിലിലായതോടെ അവരുടെ ജീവിതം കൂടുതൽ കഠിനമായി. സ്കൂൾ ജീവിതവും അവന് വളരെയധികം ദുഷ്കരമായിരുന്നു. ഐസിയുടേതുപോലെ ശാന്തമായ മെച്ചപ്പെട്ട ഒരു സ്കൂളൊന്നുമായിരുന്നില്ല അവന്റേത്. ഓസിയുടെ സ്കൂൾ എപ്പോഴും ബഹളമയവും പ്രശ്നങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതുമായ ഒരിടമായിരുന്നു. ആ സാഹചര്യങ്ങൾ അവന്റെ മനസ്സിനെ മറ്റൊരു തരത്തിലായിരുന്നു പാകപ്പെടുത്തിയതും. മികച്ചൊരു ഭാവി കെട്ടിപ്പടുക്കണം, ഈ കഷ്ടതയിൽ നിന്നൊക്കെ രക്ഷപ്പെടണം എന്നെപ്പോഴും അവന്റെ ഉള്ളിൽ ഒരു വെറി വളർന്നു വന്നു. ബോക്സിംഗിൽ തനിക്കൊരു ഭാവി ഉണ്ടായാലോ എന്ന മട്ടിൽ അവൻ ചിന്തിക്കാൻ തുടങ്ങി. ആ ഭാവി കെട്ടിപ്പടുക്കാൻ അവനൊരു കോച്ചിന് കീഴിൽ ബോക്സിംഗ് പരിശീലനവും ആരംഭിച്ചു. ഈ രണ്ടുപേരുടെയും ജീവിതങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് കൂട്ടുമുട്ടുമെന്ന് നമുക്കറിയാം. പക്ഷേ അതെങ്ങനെയായിരിക്കും സംഭവിക്കുക? ഇരുവരുടെയും നാളുകൾ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഇരുവരും ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കി. മാതാപിതാക്കളുടെ നിർബന്ധം കാരണം ഐസി തുടർച്ചയായി യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം എഴുതുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ അതിലൊക്കെ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഐസിക്ക് അതിൽ ദുഃഖമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്കൊരിക്കലും ഒരു യൂണിവേഴ്സിറ്റി പോകാൻ താല്പര്യമേയില്ലായിരുന്നു. ന്യൂയോർക്കിലെ പാചക സ്കൂളിൽ ചേർന്ന് ഒരു ഷെഫാവുക എന്നതായിരുന്നു അവളുടെ സ്വപ്നം. പക്ഷേ ഒരു ദിവസം ഐസി ടീച്ചറെ കണ്ടപ്പോ അവൾ പരീക്ഷ പാസ്സായി എന്ന വിവരം ടീച്ചർ അവളോട് പറഞ്ഞു. ഐസി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. പിന്നെയാണ് അവൾക്ക് കാര്യം മനസ്സിലായത്. ഐസിയെ തോൽപ്പിച്ച ടീച്ചറെ വക്കീലിനെ ഉപയോഗിച്ച് അവളുടെ മാതാപിതാക്കൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. തുടർച്ചയായി തന്റെ മകളെ ആ ടീച്ചർ ടാർഗറ്റ് ചെയ്ത് പരാജയപ്പെടുത്തുകയാണ് എന്ന മട്ടിലായിരുന്നു വക്കീലിനെ കൊണ്ട് മാതാപിതാക്കൾ വാദിച്ചത്. ആ ടീച്ചറിനും പ്രതിരോധിക്കാൻ സാധിച്ചില്ല. പണത്തിന്റെ ഹുങ്കുകൊണ്ട് ഐസിയുടെ മാതാപിതാക്കൾ അവളെ എൻട്രൻസ് ടെസ്റ്റിൽ പാസ് ചെയ്യിപ്പിച്ചു. ഗുരുതരമായ പ്രശ്നം ആ ടീച്ചർക്കെതിരെ വന്നതോടെ അവർക്ക് ജോലി നഷ്ടപ്പെട്ടു. സത്യത്തിൽ ഇതറിഞ്ഞപ്പോൾ ഐസിക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും തോന്നി. തങ്ങളുടെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ മാതാപിതാക്കൾ മറ്റൊരാളുടെ ജീവിതം നശിപ്പിച്ചിരിക്കുന്നു. അതവൾക്ക് സഹിക്കാൻ സാധിച്ചില്ല. അന്ന് രാത്രി അവൾ മാതാപിതാക്കൾക്കടുത്തെത്തി. അതിന്റെ പേരിൽ വലിയ രീതിയിൽ തർക്കിച്ചു. തനിക്ക് യൂണിവേഴ്സിറ്റിയിൽ പോകണ്ടെന്നും ന്യൂയോർക്കിലെ കൾനറി സ്കൂളിൽ പോയി പഠിക്കണം എന്നുമുള്ള കാര്യം അവൾ വ്യക്തമാക്കി. പക്ഷേ അവളുടെ അമ്മ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. നീ നിർബന്ധമായും യൂണിവേഴ്സിറ്റി തന്നെ പോകണം എന്നവർ തറപ്പിച്ചു പറഞ്ഞു. അവൾ പോയില്ലെങ്കിൽ കൾനറി സ്കൂളിലേക്കെന്നല്ല ഒരിടത്ത് പോവാനും അവൾക്ക് വേണ്ട പണമോ മറ്റൊന്നും തന്നെ തങ്ങൾ നൽകില്ല എന്നും അവരങ്ങ് തീർത്തു പറഞ്ഞു. മറുവശത്ത് ഓസിയാകട്ടെ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. തന്റെ അമ്മയ്ക്ക് 14,000 യൂറോയുടെ കടക്കിണിയുണ്ട് എന്നവൻ തിരിച്ചറിഞ്ഞത് ഏറെക്കുറെ ആ ഒരു സമയത്താണ്. ഓസിയുടെ ബോക്സിംഗ് കഴിവാണെങ്കിൽ മറ്റുള്ളവർക്ക് അവഗണിക്കാൻ പറ്റാത്ത തരത്തിൽ അപ്പോഴേക്കും വളർന്നും കഴിഞ്ഞിരുന്നു. യെസ്ഫുക്കോവിച്ച് എന്ന ബോക്സറുമായുള്ള പ്രധാന മത്സരത്തിൽ വിജയിച്ചാൽ അവന് പ്രൊഫഷണൽ ലീഗിലേക്ക് പ്രവേശിക്കാൻ ഒരു അവസരം ലഭിക്കും. പക്ഷേ അവന് മുമ്പിൽ മറ്റൊരു തടസ്സം കൂടിയുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ, മത്സരം നടക്കണമെങ്കിൽ 8,000 യൂറോ
അവൻ മുൻകൂറായി അടയ്ക്കണം. കോച്ച് അക്കാര്യം അവനടുക്കൽ അറിയിച്ചു. ഓസിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. അവന്റെ കയ്യിൽ അത്ര പണവുമില്ലായിരുന്നു. അത്രയും വലിയ തുക എവിടെ നിന്ന് എങ്ങനെ കണ്ടെത്തുമെന്ന് അവനൊരു രൂപവും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഐസി തന്റെ സുഹൃത്തായ കാമിലക്കൊപ്പം കാറിൽ ചുറ്റിക്കറങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് അവൾക്ക് വന്യമായൊരു ബുദ്ധി തോന്നിയത്. ഒരു കാര്യം ചെയ്താലോ, ഒരു ചെറിയ റെസ്റ്റോറന്റിൽ വെയിട്രസായി ജോലിക്ക് കയറിയാലോ? തങ്ങളുടെ മകൾ ഇത്തരത്തിലൊരു ജോലി ചെയ്യുന്നത് കാണുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് നാണക്കേടുണ്ടാവും. അതിൽ നിന്ന് തന്നെ മാറ്റാൻ വേണ്ടി ന്യൂയോർക്കിലെ കൾണറി സ്കൂളിൽ തന്നെ വിടാൻ അവർ തയ്യാറാകും. അതിനുള്ള പണവും നൽകും. അവൾ പ്രതീക്ഷ വെച്ചു. അധികം വൈകാതെ അതങ്ങ് പ്രാവർത്തികമാക്കാൻ അവൾ തീരുമാനിച്ചു. അവിടെ അടുത്തുണ്ടായിരുന്ന ചെറിയൊരു റെസ്റ്റോറന്റിലേക്ക് അവൾ പോയി. ജോലിക്ക് അവിടെ അപേക്ഷിക്കാനായിരുന്നു അത്. ഇതേ സമയത്ത് അതേ റെസ്റ്റോറന്റിൽ ഓസി തന്റെ സുഹൃത്തായ ചുനിയുമായി സംസാരിച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. തന്റെ കാര്യങ്ങളൊക്കെ കൂട്ടുകാരനോട് പറഞ്ഞ ശേഷം ഓസി വിശദീകരിച്ചു. എത്രയും പെട്ടെന്ന് എനിക്കെങ്ങനെയും പണമുണ്ടാക്കിയേ പറ്റൂ. ഇവിടെ നമ്മുടെ ചുറ്റിലുള്ളവരെ പോലെ വെറും ഒരു കൺസ്ട്രക്ഷൻ ലേബറായൊന്നും പണിയെടുത്ത് ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ചുനി പറഞ്ഞു. അങ്ങനെ ഒരു ജോലിയായും വില കുറച്ച് കാണരുത്. സത്യസന്ധമായ ഇത്തരം ജോലികളിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഓസിക്ക് വ്യക്തമായും അതിനപ്പുറത്തേക്കുള്ള ഒരു ജീവിതമായിരുന്നു വേണ്ടിയിരുന്നത്. അവന്റെ ലക്ഷ്യങ്ങൾ അവന്റെ ഉള്ളിൽ ആഴത്തിൽ വേരൂന്നിയതായിരുന്നു. ദരിദ്രനായി തുടരാൻ അവനൊരിക്കലും ആഗ്രഹിച്ചിരുന്നേയില്ല. തന്റെ ജീവിതം മാറ്റിമറിക്കണം എന്നവൻ ഉറപ്പിച്ചു തന്നെയായിരുന്നു. ഓസിയുടെയും ചുനിയുടെയും സംഭാഷണം അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി കേട്ടിരുന്നു. ഓസിയുടെ വാക്കുകളിൽ സാധാരണ ജോലിക്കാരെ അപമാനിച്ചത് അയാൾക്കത്ര പിടിച്ചിരുന്നില്ല. അങ്ങോട്ടേക്ക് വന്ന അയാൾ അവിടെ ഒരു വഴക്കുണ്ടാക്കാൻ ശ്രമിച്ചു. വൈകാതെ അത് വാക്കുതർക്കത്തിലേക്ക് കടന്നു. ഓസിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവൻ ഉടൻ തന്നെ പ്രതികരിച്ചു. ഒരൊറ്റ ശക്തമായ പഞ്ച്. ആ മനുഷ്യൻ ബോധരഹിതനായി താഴെ വീണു. ഇതേ സമയം അതേ റെസ്റ്റോറന്റിനകത്തുണ്ടായിരുന്ന ഐസി ഒരു ഞെട്ടലോടെയായിരുന്നു ആ കാഴ്ചകൾ നോക്കിക്കണ്ടത്. അക്രമാസക്തനും അപകടകാരിയുമായിട്ടുള്ള ഒരാളായിട്ടായിരുന്നു ഐസിഒസിയെ ആദ്യം നോക്കിക്കണ്ടത്. പക്ഷേ അവൾ അവിടെ നിന്ന് പിന്മാറിയില്ല. പകരം അവൾക്കപ്പോൾ മറ്റൊരു ബുദ്ധി തോന്നി. അവൾ ഓസിക്കടുത്തേക്ക് ചെന്നു. എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തി. തന്റെ ഫോൺ നമ്പർ അവനെടുത്തു കൊടുത്തു. നീ എന്തൊരു കൂളാണ് എന്ന മട്ടിലൊക്കെ പറയുകയും ചെയ്തു. അവളുടെ മനസ്സിൽ മറ്റൊരാശയമായിരുന്നു. ഓസിയെപ്പോലൊരു പരിക്കനും അക്രമാസക്തനുമായ ഒരാളുമായി ഡേറ്റിംഗ് നടത്തിയാൽ അത് അവളുടെ മാതാപിതാക്കളുടെ ക്ഷമ നശിപ്പിക്കും. അപ്പോ തന്നെ കൾണറി സ്കൂളിലേക്ക് വിടാൻ അവർ നിർബന്ധിതരാക്കപ്പെടും. ഇതെല്ലാം മനസ്സിൽ വെച്ചായിരുന്നു ഐസിയുടെ ആ പെരുമാറ്റമൊക്കെ. ഓസിക്കാണെങ്കിൽ ആ പെൺകുട്ടി അടുത്തു വന്നതും നമ്പർ തന്നതും തന്നെ കൂളെന്ന് വിളിച്ചതുമൊന്നും വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുമത്രയും സമ്പന്നയായ സുന്ദരിയായ ഒരു പെൺകുട്ടി. അവൻ ഐസിയെ പറ്റി ഇന്റർനെറ്റിൽ തിരഞ്ഞു. പക്ഷേ അതിൽ നിന്ന് കണ്ട വിവരങ്ങൾ അവനെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചു കളഞ്ഞു. അവൾ സുന്ദരിയാണെന്നുള്ളത് മാത്രമല്ല, അവളുടെ സമ്പത്ത് എത്രമേൽ അധികമാണ് എന്നതവൻ ഞെട്ടലോടെ മനസ്സിലാക്കുകയായിരുന്നു. ആ സമയം അവന്റെ അമ്മയും കൂട്ടുകാരൻ ചുനിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓസിയെ പറ്റിയുള്ള വിവരങ്ങൾ അവർ കൂടി അറിഞ്ഞതോടെ അവളുമായി കൂടുതൽ അടുക്കാനും ഡേറ്റ് ചെയ്യാനും അവരവനെ പ്രോത്സാഹിപ്പിച്ചു. ഓസിയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതൊരു മികച്ച അവസരമായിരിക്കും എന്നായിരുന്നു അവർ പറഞ്ഞത്. ആദ്യം ഓസി ആ നീക്കത്തെ എതിർത്തെങ്കിലും പക്ഷെ അവന്റെ അമ്മ അവന് തടയാൻ പറ്റുന്നതിന് മുമ്പേ അവന്റെ ഫോണെടുത്ത് ഐസിക്ക് മെസ്സേജ് അയച്ചിരുന്നു. പരസ്പരം ഒരു മീറ്റിംഗ് ഡേറ്റ് അവർ അതിൽ ഫിക്സ് ചെയ്യുകയും ചെയ്തു. അടുത്ത ദിവസം ഓസി വർക്ക് ചെയ്യുന്ന റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടുമുട്ടാം എന്നായിരുന്നു അവർ തീരുമാനിച്ചത്. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ചുനി ഓസിക്ക് കുറച്ച് ഉപദേശങ്ങൾ കൊടുത്തു. ഓസി അപൂർവമായി മാത്രമേ സ്ത്രീകളുമായി ഇടപഴകിയിട്ടുള്ളൂ. കൂടുതൽ സമയവും പരിശീലനവും ബോക്സിംഗ് ക്ലാസും ഒക്കെയായിട്ടായിരുന്നു അവന്റെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരു സ്ത്രീയുമായി ഇടപഴകുമ്പോൾ എങ്ങനെയൊക്കെ സംസാരിക്കണം, എങ്ങനെ അവരുടെ മനസ്സിൽ കയറി പറ്റണം എന്നതിനെപ്പറ്റി ചുനി അവനൊരു ക്ലാസ് തന്നെ എടുത്തു. ചുനി പറഞ്ഞു, ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട ഒന്നാം പ്രമാണം അവരെ നിരന്തരം പുകഴ്ത്തണമെന്നതാണ്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അക്കമിട്ട് ചുനി പറഞ്ഞുകൊണ്ടിരുന്നു. പാവം ഓസിയാകട്ടെ ചുനി പറഞ്ഞ കാര്യങ്ങളൊക്കെ മൊത്തത്തിലങ്ങ് വിശ്വസിച്ചു. ചുനിക്ക് പോലും അവൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. എന്തായാലും അവനൊടുവിൽ ഐസിയുടെ മുമ്പിലെത്തി. വല്ലാത്തൊരു പരിഭ്രമം അവനുണ്ടായിരുന്നു. അവളെപ്പോലെ സുന്ദരിയും സമ്പന്നയുമായ ഒരാളുടെ മുമ്പിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അവനൊട്ടും ആത്മവിശ്വാസം തോന്നുന്നുണ്ടായിരുന്നില്ല. വളരെയധികം ആശയക്കുഴപ്പത്തിലും അസ്വസ്ഥതയിലുമായി അവൻ ചുനി പറഞ്ഞ ഉപദേശങ്ങള് അതുപോലെ അങ്ങ് പ്രയോഗിക്കാൻ തുടങ്ങി. അമിതമായ രീതിയിലും അരോചകമായ രീതിയിലും അവളെ അങ്ങ് പുകഴ്ത്താൻ ആരംഭിച്ചു. സംസാരം നീണ്ടുപോകും തോറും ഐസിക്കും വല്ലാതെ അസ്വസ്ഥത തോന്നി തുടങ്ങി. പുകഴ്ത്തലുകളൊക്കെ പരിധി വിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓസിയോടാണെങ്കിൽ അവളുടെ ഉള്ളിൽ വെറുപ്പും തോന്നുന്നുണ്ട്. കൃത്യം ആ സമയത്തായിരുന്നു ഐസിയുടെ മാതാപിതാക്കൾ അങ്ങോട്ടേക്ക് കടന്നു വന്നത്. അത്രയും ചെറിയൊരു റെസ്റ്റോറന്റിൽ വെയിട്രസായി ജോലി ചെയ്യാൻ മകൾ തീരുമാനിച്ചതിനെതിരെ അവിടെ വെച്ച് തന്നെ അവരങ്ങ് സംസാരിക്കാൻ തുടങ്ങി. അവളെ വലിയ തോതിൽ ശകാരിച്ചു. അപ്പോഴാണ് ഐസിയുടെ കൂടെ ഇരുന്ന പയ്യനെ ഐസിയുടെ അച്ഛനും
അച്ഛനും അമ്മയും ശ്രദ്ധിക്കുന്നത് ഓസിയെ പരസ്യമായി അപമാനിച്ചുകൊണ്ട് ഐസിയുടെ പിതാവ് പറഞ്ഞു, ഏതാ ഈ ലോ ലൈഫ്, അതായത് താഴ്ന്ന നിലയിലുള്ളവൻ. ഓസിക്ക് ആകെ വല്ലാതായിരുന്നു. ഐസിയുടെ മുമ്പിൽ തന്നെ അവളെ പുകഴ്ത്തി നിന്ന് ആകെ നാണം കെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഇതും കൂടിയായി. സഹിക്കവയ്യാതെ ഓസി അവിടെ നിന്ന് പുറത്തേക്കിറങ്ങിപ്പോയി. പക്ഷേ എല്ലാം കൊണ്ടും ഐസിക്കും മതിയായിരുന്നു. മാതാപിതാക്കൾ തന്നെ ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുവാണ്. വല്ലാതെ മടുത്തി അവൾ അവിടെ നിന്നിറങ്ങി ഓസിയെ പിന്തുടർന്നു ചെന്നു. കാറിൽ കയറി അവന്റെ അടുക്കൽ പറഞ്ഞു, ഞാനും അവന്റെ കൂടെ വരികയാണ്. ഓസി കാറെടുത്തു അവളെയും കൂട്ടിക്കൊണ്ട് മുമ്പോട്ടേക്ക് പോയി. അവൻ നേരെ പോയത് ജയിലിലേക്കായിരുന്നു. അന്നാണ് ഓസിയുടെ മുത്തച്ഛൻ റിലീസാവുന്ന ദിവസം. ഐസി ഒരു ഞെട്ടലോടെയായിരുന്നു ആദ്യം അവിടെ എത്തിച്ചേർന്നത്. വൈകാതെ മുത്തച്ഛൻ പുറത്തെത്തി. ഓസിയുടെ മുത്തച്ഛൻ വല്ലാത്തൊരു പ്രകൃതക്കാരനായിരുന്നു. എല്ലാ കാര്യത്തിലും അശ്രദ്ധനാണ്. വലിയ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. പോകുന്ന വഴിയിലൊക്കെ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ ഏണിവെച്ച് പിടിക്കുകയും ചെയ്യും. അന്ന് റിലീസായി പോകുന്ന വഴിയിൽ കാണുന്നവരെയൊക്കെ അയാൾ കാറിലിരുന്ന് ചീത്ത വിളിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ഐസിയുടെ കിളി പാറി. ഓസി മാത്രമല്ല, ഇവന്റെ കുടുംബത്തിലെ എല്ലാവരും വിചിത്ര സ്വഭാവമുള്ളവരാണ് എന്ന് അവൾക്കങ്ങ് തോന്നി. കാറിൽ പോകുമ്പോ ഓസിക്കും ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. മുത്തച്ഛനാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നു. മുത്തച്ഛനോടുള്ള ദേഷ്യവും ഐസി തന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നതിന്റെ അസ്വസ്ഥതയും കാരണം ഓസി തിരിഞ്ഞ് അവളോടുള്ള സത്യങ്ങളങ്ങ് പറഞ്ഞു. പണത്തിനു വേണ്ടി മാത്രമാണ് താൻ അവളുടെ അടുത്തെത്തിയതെന്നും അവളെ തനിക്കിനെ കാണാനേ ആഗ്രഹമില്ലെന്നും അവൻ വ്യക്തമാക്കി. പക്ഷേ കാര്യങ്ങളൊക്കെ അവിടെ അവസാനിപ്പിക്കാൻ ഐസി വിസമ്മതിച്ചു. അവള് പിന്നീട് ഓസിയെ ഫോണിൽ ബന്ധപ്പെട്ടു തനിക്കൊന്നുകൂടി കാണണമെന്ന് പറഞ്ഞു. അന്ന് രാത്രി അവർ വീണ്ടും കണ്ടുമുട്ടി. സംസാരമധ്യേ എന്തിനാണ് ഓസിക്ക് ഇത്രയധികം പണം വേണ്ടതെന്ന കാര്യം ഐസി മനസ്സിലാക്കി. ബോക്സിംഗ് കരിയർ തുടരാനും അമ്മയുടെ കടങ്ങൾ വീട്ടാനും അവന് പണം അത്യാവശ്യമാണെന്ന കാര്യം ഐസി തിരിച്ചറിഞ്ഞു. ആ സമയത്താണ് അവൾ ഒരു വാഗ്ദാനം മുമ്പോട്ടേക്ക് വെച്ചത്. തനിക്ക് വേണ്ടി ഓസി ഒരു കാര്യം ചെയ്താൽ താൻ അവന് വേണ്ട പണം നൽകാം. എന്താണത്? ഓസി ചോദിച്ചു. ഐസി കാര്യം കൃത്യമായി പറഞ്ഞു. അവൻ അവളുടെ വ്യാജകാമുകനായി അഭിനയിക്കണം. കൂടാതെ അവളുടെ മാതാപിതാക്കളുടെ മുമ്പിൽ വലിയ പ്രശ്നക്കാരനായി അഭിനയിക്കാൻ വേണം. പണം ആവശ്യമായതുകൊണ്ടും മുമ്പിൽ അപ്പോൾ മറ്റു വഴികളൊന്നും കാണാത്തതുകൊണ്ടും വലിയ പ്രയാസമില്ലാത്ത കാര്യമായതുകൊണ്ടും ഓസി ഒട്ടും ചിന്തിക്കാതെ അതിനങ്ങ് സമ്മതിച്ചു. അടുത്ത ദിവസം ഒരു പ്രദർശന ചടങ്ങിൽ വെച്ച് തന്റെ മാതാപിതാക്കളെ പരിചയപ്പെടുത്താനെന്ന മട്ടിൽ ഐസി ഓസിയെ കൊണ്ടുവന്നു. ഓസി സുഹൃത്തായ ചുനിയെയും കൂടെ കൂട്ടിയിരുന്നു. ചടങ്ങിലെത്തിയതും ഓസി തന്റെ റോൾ ഭംഗിയായി കളിച്ചു. വന്യമായും മനഃപൂർവ്വമായി പ്രശ്നങ്ങളുണ്ടാക്കിയും അവിടെ കുഴപ്പങ്ങൾ തീർത്തു. ഐസിയുടെ മാതാപിതാക്കൾ ഈ സംഭവത്തോടെ ആകെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നിരുന്നു. മോള് ചെയ്യുന്ന ഈ പ്രവൃത്തിയെപ്പറ്റി അവരിരുവരും പിന്നീട് സ്വകാര്യമായി സംസാരിച്ചു. ഐസി ചെറിയ പെൺകുട്ടിയല്ലേ, അവളുടെ ഈ പെരുമാറ്റമൊക്കെ സ്വാഭാവികമാ. അവളെ ഓർത്ത് എനിക്ക് ദുഃഖമുണ്ട് എന്നായിരുന്നു അവളുടെ അച്ഛൻ പറഞ്ഞത്. പക്ഷേ അവളുടെ അമ്മ ശക്തമായി അതിനെ എതിർത്തു. ഐസി ചെയ്തത് അവളുടെ പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്നായിരുന്നു അവരുടെ വാദം. ഐസിയുടെ അച്ഛൻ കുട്ടിക്കാലം മുതലേ സമ്പന്നനായിരുന്നു. പക്ഷേ അമ്മ ദരിദ്രമായൊരു സാഹചര്യത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്തിപ്പെട്ട വ്യക്തിയാണ്. ആ ഭൂതകാലമായിരുന്നു ഐസിയുടെ അമ്മയുടെ മനോഭാവത്തെ ആ രീതിയിലെത്തിച്ചത്. താൻ പണ്ടനുഭവിച്ച കഠിനമായ ജീവിതം ഐസിക്കും ഉണ്ടാവരുത് എന്നായിരുന്നു അവർ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ പേരിലായിരുന്നു ഐസിയുടെ ജീവിതത്തിൽ അവർ അത്രയധികം ഇടപെട്ടതും കർക്കശക്കാരിയായി പെരുമാറിയതും. അടുത്ത ദിവസം മറ്റൊരു പ്രശ്നമുണ്ടായി. മുത്തച്ഛൻ ഒരിടത്ത് പ്രശ്നമുണ്ടാക്കുവാണെന്ന വിവരമറിഞ്ഞ് ഓസി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. കൂട്ടത്തിൽ ഐസിയും ഉണ്ടായിരുന്നു. ഇത്തവണ മുത്തച്ഛൻ ഉണ്ടായിരുന്നതാകട്ടെ യുവാക്കളുടെ ഒരു പാർട്ടിയിലായിരുന്നു. തന്റെ പ്രായം തനിക്കൊരു പ്രശ്നമേയല്ല എന്ന മട്ടിലായിരുന്നു മുത്തച്ഛൻ നിന്നിരുന്നത്. അവിടെത്തി ഓസി നോക്കുമ്പോ മുത്തച്ഛൻ അവിടെ ഒരു റാപ്പ് ബാറ്റിലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓസി അക്ഷരാർത്ഥത്തിൽ സ്തബ്ധനായി. മുത്തച്ഛൻ വേദിയിൽ വെച്ച് ആകെ നാണം കെടും എന്ന് ഭയന്ന് ഓസി അദ്ദേഹത്തെ അതിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തടയാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. റാപ്പ് ബാറ്റിലിൽ അദ്ദേഹം പങ്കെടുത്തു. പക്ഷേ പ്രകടനം ആരംഭിച്ചതോടെ ആൾക്കൂട്ടം തന്നെ അത്ഭുതപ്പെട്ടു. പ്രായം വകവയ്ക്കാതെ മുത്തച്ഛൻ ഗംഭീരമായിട്ടായിരുന്നു റാപ്പ് അവതരിപ്പിച്ചത്. അതെല്ലാവരെയും ഞെട്ടിച്ചു തന്നെ കളഞ്ഞു. തിരിച്ചു വരുമ്പോ ഇത്രയും കഴിവുള്ള ഒരു മുത്തച്ഛന് ലഭിച്ചതിന് ഐസിയോസിയെ പ്രശംസിച്ചു. അന്ന് അവൾക്കൊക്കെ മൊത്തത്തിൽ വ്യത്യസ്തമായി തോന്നി. തന്റെ സമ്പന്നമായ ലോകത്ത് ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത അനുഭവങ്ങളായിരുന്നു അവളപ്പോൾ ജീവിക്കുന്നത്. തന്റെ ജീവിതം കൂടുതൽ സജീവമായതായി അവൾക്ക് അനുഭവപ്പെട്ടു. പിന്നീട് ഐസി വാഗ്ദാനം ചെയ്ത പണം തനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് ഓസി അവളോട് ഓർമ്മിപ്പിച്ചു. ഐസി പറഞ്ഞു, മാതാപിതാക്കൾ ഇപ്പോ തന്റെ ബാങ്ക് മരവിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പണം ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. പദ്ധതി വിജയിക്കണമെങ്കിൽ എന്റെ പാരന്റ്സ് എന്റെ അക്കൗണ്ട് പുനഃസ്ഥാപിച്ചു നൽകണം. ഓസി മോശമായി പെരുമാറുന്നത് തുടരുകയും ഈ അഭിനയം തുടരുകയും വേണം, അവൾ അവനോട് എടുത്തു പറഞ്ഞു. തുടർന്നുള്ള സംസാരത്തിലാണ് കുറച്ചുകൂടി ബോൾഡറായ ഒരു നീക്കത്തിലേക്ക് അവർ എത്തിച്ചേരുന്നത്. പെട്ടെന്ന് തന്നെ അച്ഛന്റെയും അമ്മയുടെയും തീരുമാനം
വർത്തമാനം മാറണമെങ്കിൽ അതിനൊരു വഴിയേ ഉള്ളൂ. അവർ കാണെ ഇന്റിമേറ്റ് ആവുന്ന പോലെ അഭിനയിക്കാൻ ഐസിയും ഓസിയും അങ്ങ് തീരുമാനിച്ചു. അധികം വൈകാതെ തന്നെ അവരിരുവരും ഒന്നിച്ച് ആ ഭ്രാന്തൻ പദ്ധതി നടപ്പിലാക്കി. അയ്യുടെ അച്ഛൻ കടന്നു വരുമ്പോ കണ്ടത് തന്റെ മകളും അവളുടെ കാമുകനും ചേർന്ന് ഇന്റിമേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അച്ഛൻ ഇത് നേരിട്ട് കണ്ട് ദേഷ്യം കണ്ട് പൊട്ടിത്തെറിച്ചു. അദ്ദേഹം ഐസിയോട് കയർത്തു സംസാരിച്ചു. ആ രോഷത്തിൽ അവളുടെ നേരെ കൈയോങ്ങുക പോലും ചെയ്തു. കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നതിനു മുമ്പ് ഓസി ഇടപെടുകയായിരുന്നു. ഐസിയെ പ്രതിരോധിക്കാനും അവളുടെ അച്ഛൻ അവളോട് വളരെയധികം അനീതിയായി പെരുമാറുന്നത് തടയാനും അവൻ ശ്രമിച്ചു. ഈയൊരു സമയത്ത് ഐസി തുറന്ന് മനസ്സിലുള്ള ദേഷ്യവും മറ്റും പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചു. തന്റെ അച്ഛനിൽ താനത്ര നിരാശയിലാണ് എന്നവൾ തുറന്നു പറഞ്ഞു. കൂട്ടത്തിൽ അപ്പോഴത്തെ വാശിയിൽ ധീരമായൊരു തീരുമാനവും എടുത്തു. ആ ദിവസം മുതൽ അവൾ വീട് വിട്ടിറങ്ങുകയാണ്. ഓസിക്കൊപ്പമാണ് താനിന് ജീവിക്കുക. അത് കേട്ടതും ഓസി ഒന്ന് സ്തബ്ധനായി. അവർ തമ്മിലുണ്ടായിരുന്ന എഗ്രിമെന്റിന്റെ അറേഞ്ച്മെന്റിന്റെ ഭാഗമൊന്നുമായിരുന്നില്ല ഇത്. പക്ഷേ ആ ഒരു ഒഴുക്കിൽ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു. മറ്റു വഴികളൊന്നുമില്ലാത്തതുകൊണ്ട് അവൻ മടിയോടെ ഐസി പറഞ്ഞ കാര്യം സമ്മതിച്ചു. ഐസിയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടും ചെന്നു. അവിടെ എത്തിയപ്പോഴാണ് ഐസി ആദ്യമായി ഓസിയുടെ അമ്മ ക്ലോഡിയയെ കാണുന്നത്. എല്ലാം ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങിയാണ് ഐസി വന്നത് എന്ന് കണ്ടപ്പോ ക്ലോഡിയക്ക് സത്യത്തിൽ ഐസിയെ പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഐസിക്ക് പാചകം ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ വീട്ടിലുള്ള ലളിതമായ ചേരുവകൾ ഉപയോഗിച്ചൊരു ഭക്ഷണം ഉണ്ടാക്കാൻ ഓസി അവളോട് പറഞ്ഞു. പിന്നാലെ ഐസി പാചകം ആരംഭിച്ചു. അവൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഓസിയും ക്ലോഡിയയും മുത്തച്ഛനും ഒന്നിച്ച് തമാശകൾ പറയുന്നതും രസകരമായി സംസാരിക്കുന്നതും ഐസി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വളരെയധികം ദരിദ്രരാണെങ്കിലും ആ ഒരു കുടുംബം എത്രമേൽ സ്നേഹവും ഊഷ്മളതയും ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ് എന്നവൾക്ക് പതിയെ മനസ്സിലായി തുടങ്ങി. വൈകാതെ ഭക്ഷണം തയ്യാറായി. എല്ലാവരും കഴിക്കാനിരുന്നു. കാണാൻ വലിയ ഭംഗിയൊന്നുമുണ്ടായിരുന്നില്ല. പക്ഷേ രുചിച്ചപ്പോൾ അത്രമേൽ രുചികരം. എല്ലാവർക്കും അതിൽ ഒരുപാട് സന്തോഷം തോന്നി. ക്ലോഡിയയും മുത്തച്ഛനും ഐസിയെ ആത്മാർത്ഥമായി പ്രശംസിച്ചു. ഐസിക്ക് വീണ്ടും യഥാർത്ഥ സന്തോഷം അനുഭവപ്പെട്ടു. ഇത്തരമൊരു കുടുംബസ്നേഹവും പരിഗണനയുമൊക്കെ അവൾ അനുഭവിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിരുന്നു. അടുത്ത ദിവസം മുതൽ താൻ ബോക്സിംഗ് പരിശീലനത്തിന് പോകുമ്പോൾ ഓസി ഐസിയെയും കൂടെ കൂട്ടിത്തുടങ്ങി. പരിശീലനവും നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോയി. ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. അവരുടെ ബന്ധം കൂടുതൽ ശക്തമായി വന്നു. ഒരു ദിവസം പരിശീലനത്തിനിടയിൽ ക്ലോഡിയ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തി. തനിക്ക് മറ്റു ചില കാര്യങ്ങളുണ്ടെന്നും അതുകൊണ്ടന്ന് ഗ്യാസ് സ്റ്റേഷനിലെ തന്റെ ഷിഫ്റ്റ് അവൻ എടുക്കണമെന്നും അവർ ഓസിയോട് പറഞ്ഞു. ഓസിയും അതിന് തലകുലുക്കി. പക്ഷേ ഭാവി ശ്രദ്ധിച്ചുകൊണ്ട് തന്റെ പരിശീലനത്തിലും മറ്റും പൂർണ്ണ ശ്രദ്ധ കൊടുക്കാതെ അമ്മയുടെ ജോലി ഏറ്റെടുത്തവൻ എന്തിനാ ഇങ്ങനെ പോകുന്നത് എന്ന കാര്യം സ്നേഹത്തോടെ ഐസി അവനോട് ചോദിച്ചു. ഓസി പറഞ്ഞു, തന്റെ മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല. കുടുംബം പൂർണ്ണമായും പണമില്ലാത്ത അവസ്ഥയിലാണ്. ആകെ ദുരിതത്തിലാ പോകുന്നത്. വേറെ എന്തു ചെയ്യും? ഇന്നത്തെ പരിശീലനം വേണ്ടെന്ന് വെച്ചേ തീരൂ. അന്ന് ഗ്യാസ് സ്റ്റേഷനിലെ ജോലി കഴിഞ്ഞു വരുമ്പോ അപ്രതീക്ഷിതമായൊരു സംഭവം ഉണ്ടായി. മുത്തച്ഛൻ അവനെ വിളിച്ചു പറഞ്ഞു, ഒരു റാപ്പ് റെക്കോർഡ് ചെയ്യാൻ ഒരു സ്പോൺസറെ മുത്തച്ഛന് ലഭിച്ചിരിക്കുന്നു. അത് കേട്ടതും ഓസി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. അങ്ങനൊന്ന് സംഭവിക്കുമെന്ന് ഒരിക്കലും അവൻ കരുതിയിരുന്നതേയില്ല. അന്ന് രാത്രി ഓസിയും മുത്തച്ഛനും അത് ആഘോഷിക്കാൻ തീരുമാനിച്ചു. ചുനിയെയും ഐസിയെയും കൂടി അവരാ പാർട്ടിക്ക് ക്ഷണിച്ചു. ചിരിയും സന്തോഷവും നിറഞ്ഞ ആഹ്ലാദകരമായ ഒരു പാർട്ടിയായി അത് മാറി. മികച്ച ഒരു വൈകുന്നേരം. എല്ലാവരും അന്ന് കുറേയധികം മദ്യപിച്ചിരുന്നു. സംസാരിക്കുന്ന കൂട്ടത്തിൽ ഐസി ഓസിയെ വീണ്ടും ഓർമ്മിപ്പിച്ചു, ഗ്യാസ് സ്റ്റേഷനിൽ ഇങ്ങനെ ജോലിക്കൊക്കെ പോയി നീ നിന്റെ സ്വപ്നങ്ങളിൽ നിന്ന് അകന്നു പോവരുത്. ഇത് നിന്റെ ജീവിതമാണ്. എല്ലാം ത്യജിച്ച് സ്വപ്നങ്ങൾ മാറ്റി നിർത്തിയാൽ നിനക്കേ നഷ്ടമുണ്ടാകൂ. തന്റെ മേൽ ഐസി ഇപ്പോൾ കാണിക്കുന്ന കരുതലും സ്നേഹവും ഓസിയെ മുന്നോട്ട് നയിച്ചിരുന്നു. മദ്യത്തിന്റെ ലഹരിയിൽ ഓസി ഉള്ളിലെ വികാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചു. അവൻ ഐസിയെ ചുംബിച്ചു. ഐസിയും അവനെ ചുംബിക്കുന്നുണ്ടായിരുന്നു. ഐസിക്ക് ഓസിയോടും ഓസിക്ക് അവളോടും പ്രണയമുണ്ടെന്ന കാര്യം ആ നിമിഷമേ വ്യക്തമായി. പക്ഷേ ഓസിയുടെ മനസ്സിലൂടെ പലതരം ചിന്തകൾ കടന്നുപോയിരുന്നു. വ്യത്യസ്തമായ സാമൂഹിക ചുറ്റുപാടുകൾ കാരണം അവരുടെ ബന്ധം ഒരിക്കലും വിജയിക്കില്ല എന്നായിരുന്നു അവന് തോന്നിയത്. ആ ഒരു നിമിഷത്തിൽ ജീവിക്കുക എന്നത് മാത്രമാണ് അവനപ്പോൾ ചെയ്യാൻ പറ്റുക എന്നും അവൻ കരുതി. അന്ന് രാത്രി ഓസിയും ഐസിയും കൂടുതലെടുത്തു. തങ്ങൾ തമ്മിലുള്ള വികാരങ്ങൾ സത്യമാണ് എന്നവർ തിരിച്ചറിഞ്ഞു. മദ്യപിച്ച് ശീലമില്ലാത്ത ഐസിയാകട്ടെ കുറെ മദ്യപിച്ചതുകൊണ്ട് ഛർദ്ദിക്കാനും ആകെ വയ്യാതാവാനും ആരംഭിച്ചു. ഓസി അവളെ പരിചരിച്ചു. ഛർദ്ദിച്ച് അവളെ വൃത്തിയാക്കി വിശ്രമിക്കാൻ സഹായിക്കുകയും ചെയ്തു. ഒടുവിൽ ഒരുമിച്ച് കിടന്നായിരുന്നു ഇരുവരും ഉറങ്ങിപ്പോയതും.
അടുത്ത ദിവസം പുലർച്ചെ വളരെ വിഷമിപ്പിക്കുന്നൊരു വാർത്തയുമായാണ് ഓസി ഐസിയെ ഉണർത്തിയത്. അവളുടെ മാതാപിതാക്കൾ അവന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഐസി അവരെ കാണാൻ പോയി. അവരുമായി സംസാരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നെ ന്യൂയോർക്കിലെ കൾണറി സ്കൂളിൽ പഠിക്കാൻ വിടാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അവൾ ഓസിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം, കൂടാതെ ആ ചെറിയ റെസ്റ്റോറന്റിലെ ജോലി ഉപേക്ഷിക്കുകയും വേണം. ആ നിമിഷം ഐസിയുടെ മനസ്സിൽ സമ്മിശ്ര വികാരങ്ങളായിരുന്നു കടന്നുപോയത്. തന്റെ ആഗ്രഹം അങ്ങനെ സഫലമായതിൽ അവൾക്ക് സന്തോഷം തോന്നി. പക്ഷേ അതേസമയം അവൾ ആഴത്തിലുള്ള സങ്കടവും അനുഭവപ്പെട്ടു. അവളുടെ മാതാപിതാക്കൾ സമ്മതിച്ചിരിക്കുന്നു. ഓസിയുമായുള്ള ബന്ധം തുടങ്ങിയത് തന്നെ ഈ ഒരു കാര്യത്തിനു വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പോൾ പലതിലും മാറ്റങ്ങളുണ്ട്. പക്ഷേ ബന്ധം തുടരാനിപ്പോൾ മറ്റു കാരണങ്ങളൊന്നും അവശേഷിക്കുന്നുമില്ല. വൈകാതെ ഐസി ഓസിയോടൊപ്പം ഭക്ഷണം കഴിക്കാനിരുന്നു. ഓസിക്കടുക്കൽ നടന്നതെല്ലാം അവൾ വിശദീകരിച്ചു. അവന് വാഗ്ദാനം ചെയ്ത പണം എടുത്തുകൊടുത്തു. വല്ലാത്തൊരു നിശബ്ദത അവിടെ മുഴുവൻ പുതച്ചിരുന്നു. ഓസിക്ക് വലിയ സങ്കടം തന്നെയുണ്ട്. പക്ഷേ തന്റെ ശാന്തമായ ഭാവത്തിന് പിന്നിൽ അവനത് ഒളിപ്പിച്ചു വെച്ചു. തങ്ങളുടെ ബന്ധം ഇങ്ങനെ അവസാനിക്കുമെന്ന് അവനൊരിക്കലും കരുതിയിരുന്നില്ല. പക്ഷേ അതൊന്നും പ്രശ്നമേ അല്ലെന്ന മട്ടിൽ അഭിനയിച്ച് അവൻ അവിടെ ഇരിക്കാൻ തുടങ്ങി. യാഥാർത്ഥ്യത്തിൽ ഓസിക്ക് തന്റെ ഉള്ളിലെ വികാരങ്ങൾ അവളോട് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും അവൻ തന്നെ നിയന്ത്രിച്ചു നിർത്തി. താൻ ഒന്നുമില്ലാത്തവനാണെന്നും അവൾക്ക് തുല്യമായ ഒരുത്തനല്ലെന്നും അവൻ സ്വയം വിശ്വസിക്കാനും ആശ്വസിക്കാനും ശ്രമിച്ചു. പക്ഷേ മുമ്പോട്ടേക്ക് പോകുന്തോറും ഓസിക്ക് തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാത്തിനോടും എല്ലാവരോടും അവന് വല്ലാത്ത ദേഷ്യം തോന്നി തുടങ്ങി. ബോക്സിംഗ് പരിശീലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവൻ ബുദ്ധിമുട്ടി. അവന്റെ ചിന്തകൾ എപ്പോഴും ഐസിയിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. രാത്രിയിൽ പോലും അവളോടൊപ്പം ചിലവഴിച്ച ഓർമ്മകൾ അവനെ വേട്ടയാടി. അവൻ ഉറങ്ങാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മറുവശത്ത് ഐസിയാകട്ടെ ന്യൂയോർക്കിലെ കൾണറി സ്കൂളിലേക്ക് അപേക്ഷിക്കുന്ന നടപടികളിലേക്ക് കടന്നു. എങ്കിലും അവളുടെ ഉള്ളിലും സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ടായിരുന്നു. അവൾ കോസിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. രാത്രിയിൽ അവൾ സുഹൃത്ത് കാമിലയോട് മനസ്സ് തുറന്നു. തന്റെ വിഷമങ്ങൾ പറഞ്ഞു. പക്ഷേ അവരുടെ ബന്ധം ഒരിക്കലും സക്സസ് ആവില്ല, അത് ശരിയാവുന്ന ഒന്നല്ല എന്ന മട്ടിൽ കാമില കാരണങ്ങൾ നിരത്തി. നീ നോക്ക്, ഓസിയുടെ മുറി നിനക്കത്ര സുഖകരമായിരുന്നില്ല. അവന്റെ അമ്മയ്ക്ക് തന്നെ നിന്നെ അത്ര ഇഷ്ടമല്ല. അവന്റെ മുത്തച്ഛനോ മുമ്പ് ജയിലിൽ കിടന്ന ഒരാളും. ലോജിക്കലാക്കി നോക്കിയാൽ ഓസിയോടൊപ്പമുള്ള നിന്റെ ജീവിതം തന്നെ ഒരു ഗുണം പിടിക്കാത്ത ഒന്നാണ്. അതുകൊണ്ട് നീ അതൊക്കെ വിട്ടുകള. നിന്റെ ഈ തോന്നലൊക്കെ താൽക്കാലികമായിട്ടുള്ളതാ. കുറച്ചു കഴിയുമ്പോ ഇതൊക്കെ അങ്ങ് മാറിക്കോളും. അങ്ങനെയൊക്കെയാണെങ്കിലും ഐസിക്ക് അതങ്ങനെ വിട്ടുകളയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവനെ അവൾ വല്ലാതെ മിസ് ചെയ്തുകൊണ്ടിരുന്നു. അടുത്ത ദിവസവും ബോക്സിംഗ് പരിശീലനത്തിൽ ശ്രദ്ധിക്കാൻ ഓസിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കോച്ച് അവനോട് പറഞ്ഞു, ബോക്സിംഗ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ശാന്തമായ മനസ്സ് വേണം. ഒരു പെൺകുട്ടി കാരണം നീ അത് നഷ്ടപ്പെടുത്തിയേക്കരുത്. ഓസി ഒരുപാട് ആലോചിച്ചു. തന്നെ എന്താണ് കുഴപ്പത്തിലാക്കുന്നത് എന്നവൻ തിരിച്ചറിഞ്ഞു. ഐസിയെ നേരിട്ട് കാണാൻ ഓസി തീരുമാനിച്ചു. തങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രണയം, ആ സ്നേഹം ഒക്കെയും നശിപ്പിക്കാനായിരുന്നു അവന്റെ ചിന്ത. അങ്ങനെയാണെങ്കിലേ അവളെക്കുറിച്ചുള്ള തന്റെ ചിന്തകൾ അവസാനിക്കൂ എന്നവൻ കരുതി. അങ്ങനെ അവർ കണ്ടുമുട്ടി. അവൾ നൽകിയ പണം മുഴുവൻ അവൾക്ക് തിരികെ കൊടുത്തു. അവളെ വേദനിപ്പിക്കുന്ന തരത്തിൽ അവൻ സംസാരിച്ചു. ഒരിക്കലും സന്തോഷമില്ലാത്ത വെറുമൊരു പണക്കാരിയാണ് നീ. നിന്റെ ഇഷ്ടത്തിനു വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടുന്നവൾ. ഐസിക്കും ദേഷ്യം വന്നിരുന്നു. ഐസി പറഞ്ഞു, ഞാൻ തന്ന പണം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റം വന്നേനെ. നിന്നെ സഹായിക്കാൻ പണം നൽകിയതാണോ ഞാൻ ചെയ്ത വലിയ തെറ്റ്? അപ്പോ അതുകൊണ്ട് ഞാൻ മോശക്കാരിയാകുമോ? യഥാർത്ഥത്തിൽ അവൻ അങ്ങനൊന്നും പറയണമെന്ന് പോലും ഉണ്ടായിരുന്നില്ല. വാക്കുതർക്കത്തിലേക്ക് കടന്നപ്പോൾ താൻ ഒരിക്കലും പറയാൻ പോലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ അവൻ അങ്ങ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവളെ ഒഴിവാക്കാൻ അതല്ലാതെ മറ്റു വഴിയില്ലെന്നായിരുന്നു അവൻ കരുതിയത്. അവർ തമ്മിലുള്ള വാക്കുതർക്കവും വഴക്കും ഐസിയുടെ മാതാപിതാക്കൾ രഹസ്യമായി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇതും മനസ്സിലാക്കിയപ്പോൾ ഐസിയുടെ ദേഷ്യം ഇരട്ടിച്ചു. അവൾ മാതാപിതാക്കളുടെ അടുത്തേക്ക് കടന്നു ചെന്നു. ശക്തമായി അവരെ എതിർത്ത് സംസാരിച്ചു. അവരുടെ ഈ പ്രവൃത്തികളെ കുറ്റപ്പെടുത്തി. ദേഷ്യം കൊണ്ട് അവൾ എതിരിട്ടത് എപ്പോഴും തന്നെ നിയന്ത്രിക്കുന്ന ശകാരിക്കുന്ന അമ്മയെ തന്നെയായിരുന്നു. അവൾ അമ്മയോട് ദേഷ്യത്തിൽ ചോദിച്ചു, പണക്കാരനല്ലാത്ത ഒരാളെ സ്നേഹിക്കുന്നത് തെറ്റാണോ? നിങ്ങളും പണ്ട് എന്റെ അച്ഛനെ പ്രണയിച്ചതല്ലേ? അന്ന് നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? നിങ്ങളൊരു ദരിദ്ര കുടുംബത്തിലെ അംഗമായിരുന്നില്ലേ? എന്നിട്ട് ഒരു ഉയർന്ന കുടുംബത്തിലെ അംഗമാണെന്ന് അച്ഛനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കുടുംബ പേര് പോലും മാറ്റി. നിങ്ങള് ഒരു പെരും നുണച്ചിയാണ്. തന്റെ ഉള്ളിലെ ദേഷ്യം മുഴുവൻ അമ്മയ്ക്കെതിരെ പറഞ്ഞ് അവൾ തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം അവളുടെ ദേഷ്യം പതിയെ കുറഞ്ഞു. അമ്മ അവളുടെ അടുത്തേക്കെത്തി. എന്നിട്ട് പറഞ്ഞു, ശരിയാണ് മോളെ, ഇത്രയും കാലം ഞാൻ നിന്റെ ജീവിതം നിയന്ത്രിച്ച് നിന്നെ സന്തോഷമില്ലാതാക്കി. അതിന് മോൾ എന്നോട് ക്ഷമിക്കണം. സന്തോഷം പണക്കാരനാവുന്നോ പാവപ്പെട്ടവനാകുന്നോ എന്നുള്ളതിലല്ല. പക്ഷേ എനിക്ക് ഭയമായിരുന്നു. ഞാൻ അനുഭവിച്ച പോലെ ദരിദ്രമായൊരു കാലം നിനക്കുണ്ടാവരുതെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് മോളെ ഞാൻ
ഞാൻ നിയന്ത്രിച്ചത്. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്ത് പണമുണ്ടെങ്കിലും പണമില്ലെങ്കിലും സ്വന്തം ഭാവി പോലും തീരുമാനിക്കാൻ പറ്റാതെ നിയന്ത്രണത്തിൽ കഴിയുന്നതാണ് ഏറ്റവും വലിയ ശിക്ഷയെന്ന്. മോളെ അമ്മയോട് ക്ഷമിക്ക്. മോൾക്ക് മോളുടെ വഴി സ്വാതന്ത്ര്യത്തോടെ തിരഞ്ഞെടുക്കാം. ഞങ്ങളാരും മോളെ തടയില്ല. പിന്നാലെ അവൾ തന്റെ ഫോൺ നോക്കി. കാമില ഒരു മെസ്സേജ് അയച്ചിരുന്നു. അത് കണ്ട് അവൾ ഞെട്ടി. ഐസി മദ്യപിച്ച രീതിയിൽ ഇരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഓസിയാണെന്നും അവൾ മനസ്സിലാക്കി. തങ്ങൾക്കിടയിലുള്ള ബന്ധം പൂർണ്ണമായി നശിപ്പിക്കാൻ ഓസി ചെയ്ത പ്രവൃത്തിയായിരുന്നു അത്. എന്നാലേ തനിക്ക് ബോക്സിംഗിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റൂ എന്നവൻ ചിന്തിച്ചിരുന്നു. പക്ഷേ ഇത് ഐസിയുടെ ക്ഷമ നശിപ്പിച്ചു. മിണ്ടാതിരിക്കാൻ അവൾ തയ്യാറായില്ല. അവൾ ഓസിയുടെ ബോക്സിംഗ് മത്സരത്തിന്റെ സംഘാടകരെ ബന്ധപ്പെട്ടു. തന്റെ പണവും പവറും ഉപയോഗിച്ച് ആ മത്സരം റദ്ദാക്കാൻ വേണ്ട കാര്യങ്ങൾ അവൾ ഉറപ്പുവരുത്തി. അടുത്ത ദിവസം വിവരമറിഞ്ഞ ഓസി ഐസിയെ കാണാൻ ചെന്നു. മത്സരം നടക്കാതിരിക്കാൻ വേണ്ടി അവൾ ചെയ്ത പ്രവൃത്തി പിൻവലിക്കണം എന്നവൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഒരു ഒത്തുതീർപ്പിന് പകരം അവരുടെ ആ കൂടിക്കാഴ്ച വീണ്ടും വലിയ തർക്കത്തിലേക്ക് നീങ്ങി. വാക്കുതർക്കം നടന്നു. വഴക്കിനിടയിൽ ഓസിക്ക് ചുനിയുടെ ഒരു കോൾ വന്നു. അവന്റെ മുത്തച്ഛൻ ഒരിടത്ത് വീണ്ടും പ്രശ്നമുണ്ടാക്കുകയാണെന്നും വേഗം പോയി അദ്ദേഹത്തെ പിന്മാറ്റിയില്ലെങ്കിൽ അദ്ദേഹം വീണ്ടും ജയിലിലാവുമെന്നും അറിയിച്ചു. ഓസിക്ക് വേഗം അവിടേക്കെത്തണം. കയ്യിൽ കാറില്ല. മറ്റു വഴിയില്ലാതെ ഐസിയോട് അവൻ സഹായം ചോദിച്ചു. ഐസി തന്റെ കാർ കൊടുക്കാനും സമ്മതിച്ചു. അവരൊരുമിച്ച് മുത്തച്ഛന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. താമസിയാതെ തന്നെ മുത്തച്ഛൻ പ്രശ്നമുണ്ടാക്കുന്നിടത്തേക്ക് അവരെത്തി. ഭാഗ്യവശാൽ കാര്യങ്ങളൊന്നും വഷളായിരുന്നില്ല. ഓസി ഉടനിടപെട്ടു. ആർക്കെങ്കിലും പരിക്കേൽക്കുന്നതിന് മുമ്പ് മുത്തച്ഛനെ തടഞ്ഞു. അതിനുശേഷം ഓസിയും ഐസിയും മുത്തച്ഛനും കൂടി അടുത്തുള്ള ഒരു കഫേയിൽ കയറി. തന്നെ ആ ഒരു അവസ്ഥയിൽ സഹായിച്ച ഐസിയോട് ഓസിക്ക് വളരെയധികം നന്ദി തോന്നി. തന്റെ പ്രവൃത്തികൾ എത്ര മോശമായി പോയി എന്നവൻ ചിന്തിച്ചു. താനങ്ങനെ അവളോട് മോശമായി സംസാരിച്ചതിന്റെയും റൂഡായി പെരുമാറിയതിന്റെയും പിന്നിലെ യഥാർത്ഥ കാരണം അവൻ സത്യസന്ധമായി തുറന്നു പറഞ്ഞു. തന്റെ ഉള്ളിലെ ഫീലിംഗ്സ് അവൾക്ക് മുമ്പിൽ കാണിക്കാൻ പറ്റാതിരുന്നത് കൊണ്ടാണ്, അത് മറച്ചു പിടിക്കാനാണ് താൻ അങ്ങനെ പെരുമാറിയതെന്നും യഥാർത്ഥത്തിൽ തനിക്ക് അവളെ അത്രമേൽ ഇഷ്ടമാണെന്നും അവൻ പറഞ്ഞു. ഓസിയുടെ മനസ്സ് അവന്റെ വാക്കുകളിലും അവന്റെ ഭാവങ്ങളിൽ നിന്നും ഐസിക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഐസി വല്ലാതെ വികാരാധീനയായി അവനോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളെ താൻ അർഹിക്കുന്നേയില്ല എന്നായിരുന്നു ഓസി ചിന്തിച്ചത്. നാളുകൾ കടന്നുപോയി. ഐസി ഒരു ദിവസം തന്റെ സമ്പന്നരായ കൂട്ടുകാരോടൊപ്പം ഒരു പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു. പണവും സ്റ്റാറ്റസുമൊക്കെയാണ് പ്രധാന സംസാര വിഷയം. ഐസിക്കാണെങ്കിൽ അതിൽ തീരെ ഇൻട്രസ്റ്റും തോന്നുന്നില്ല. താനെന്തോ അവിടെ ചേരാത്തവളാണ് എന്ന തരത്തിൽ അവൾക്ക് തോന്നിക്കൊണ്ടേയിരുന്നു. ഐസി അതിനെപ്പറ്റി കാമിലയോട് സംസാരിച്ചു. കാമില പറഞ്ഞു, നീ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തയാണ്. പണത്തിൽ നിന്ന് മാത്രം സന്തോഷമുണ്ടാക്കാൻ ഐസിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിലവൾക്ക് ഒരുപാട് സന്തോഷവും തോന്നിയിരുന്നില്ല. ഇതിനിടയിൽ മറുവശത്ത് ക്ലോഡിയ വീണ്ടും ഓസിക്കടുത്തെത്തി. അവനോട് ജോലിക്ക് പോവാൻ പറഞ്ഞു. പക്ഷേ ഇത്തവണ ഓസി അതിന് വിസമ്മതിച്ചു. അമ്മയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പ്രൊഫഷണൽ ബോക്സർ ആവുക എന്ന സ്വപ്നത്തിനെതിരെ നടക്കാൻ എനിക്ക് പറ്റില്ലെന്നവൻ തീർത്തു പറഞ്ഞു. തന്റെ സ്വപ്നത്തിനായി തന്റെ മുഴുവൻ സമയവും സമർപ്പിക്കാൻ അവൻ ഉറച്ച തീരുമാനമെടുത്തിരുന്നു. നാളുകൾ വീണ്ടും മുന്നിലേക്കൊഴുകി. ഓസിയൊടുവിൽ തന്റെ ബോക്സിംഗ് മത്സരത്തിനായി റിങ്ങിലെത്തിച്ചേർന്നു. അപ്രതീക്ഷിതമായി ഐസി അത് കാണാൻ അവിടെ എത്തിയിരുന്നു. മികച്ച മത്സരം തന്നെ നടന്നു. മത്സരത്തിനൊടുവിൽ ഐസി ഓസിക്കടുത്തെത്തി. തന്റെ ഉള്ളിലെ ഫീലിംഗ്സ് അവനോട് തുറന്നു പറഞ്ഞു. താൻ അവനെ പ്രണയിക്കുന്നുണ്ടെന്നറിയിച്ചു. അവളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അവളുടെ തിരഞ്ഞെടുപ്പുകളാണ്. അവനില്ലാത്തൊരു ജീവിതം തിരഞ്ഞെടുത്ത് പിന്നീട് ഖേദിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. ഐസി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ ന്യൂയോർക്കിലെ കൾണറി സ്കൂളിലേക്ക് ഇനി പോകുന്നില്ല. അവൾ വർക്ക് ചെയ്തിരുന്ന ആ റെസ്റ്റോറന്റ് അവൾ വാങ്ങാൻ തീരുമാനിച്ചിരുന്നു. നേരിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാനാണ് അവൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അവളുടെ പാഷൻ പിന്തുടരാനും അവൾ തീരുമാനിച്ചിരിക്കുന്നു. ഓസി വലിയ ബോക്സറാകും എന്ന പ്രതീക്ഷയും അവൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലും നമ്മളപ്പോൾ രണ്ട് ധ്രുവങ്ങളിലാവില്ല എന്നവൾ പറഞ്ഞതോടെ ഓസിക്കും സന്തോഷമായി. അവരിരുവരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ആ ഒരു റിസ്ക് എടുക്കാൻ ഐസി തയ്യാറാവുകയായിരുന്നു. തന്റെ റെസ്റ്റോറന്റിന് എന്തു സംഭവിക്കുമെന്നോ ഓക്സിയുടെ ബോക്സിംഗ് കരിയർ എങ്ങനെയാകുമെന്നോ അവരുടെ ബന്ധത്തിന്റെ ഭാവി എന്താകുമെന്നോ അവൾക്ക് അറിവേ ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോൾ അവളെ അതൊന്നും ഭയപ്പെടുത്തിയില്ല. കാരണം ആ ഒരു അൺസർട്ടേണിറ്റി ജീവിതത്തിന്റെ ഭാഗമാണ് എന്നവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടിയിരുന്നതും ജീവിതത്തിൽ ഉടനീളം അതായിരുന്നു. അവൾക്ക് അവളുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കണം. ഇരുവരും ഒന്നിച്ച് മുന്നോട്ട് ജീവിക്കും, സ്വപ്നങ്ങളിൽ എത്തിച്ചേർന്നേക്കും എന്ന സൂചനകളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.